എന്നാ തുടങ്ങിക്കോ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കാം. ഊളും കാണാനില്ലല്ലോ. ഇവന്റെ ഈ ജോലി ചെയ്തുണ്ട്. എന്റെ സൈസിന് കമ്പനി പറഞ്ഞോണ്ടാണ്. അപ്പഴാണോ മറ്റം കളിച്ചോണ്ടിരിക്കുന്നത്. ചാക്കെടുക്കടാ, ചാക്കെടുക്കടാ. പോരട്ടെ പോരട്ടെ, ഓരോ നാട്ടു പോരട്ടെ. കഷ്ടപ്പെട്ട് കളവ് നടത്തി ക്ഷീണിച്ചു വരുമ്പോ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തില്ലേ പിള്ളേര് കറിയിക്കും. പാവങ്ങള് ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട. അന്തസ്സുള്ളവരിങ്ങനെയാ. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. ചിലര് വടിച്ചൊക്കെ തിന്നേച്ച കിടക്കുന്ന നക്കികള്. ഓഹ്, ഐസ് പോലെ ഇരിക്കുക. ചൂടാക്കാൻ മൈക്രോവേവ് ഓവൻ ഉണ്ടോ? ആ, എവിടെ ഇരിക്കുകയാണ്. ഇതൊന്ന് നോക്കാം. बस फिर चपिया बोलो ग्रफ्ता गुण गालो.
റെഡ് ലേബൽ സംഗതി തറവാടികളാ, കഴിവറ ഓമാര്. ഇവനാള് സ്വയംബനാ, പക്ഷെ നമ്മുടെ കരിയോലിൻ്റെ അത്രയും വരത്തില്ല. സിംഗപ്പൂരുകാരാണെന്ന് അറിഞ്ഞപ്പോഴേ സംഗതി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ റെഡ് ലെവൽ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. വേണ്ട, രുചി പോവും. ആശാനേ ഉണർന്ന സംഗതിയല്ല കൊഴിഞ്ഞു. എന്താ പയ്യെ പയ്യെ. ആ ഡാ, ഡാ. ഡാ, ഇത് വേണ്ടേ? ഇത് വേണ്ടേ? ഇത് വേണ്ടേത്? ഒന്ന് വേഗം വെട്ടിയ ചിറങ്ങാൻ നോക്കടാ. അയ്യോ പോലീസ്! കിടന്ന് ഉറങ്ങിക്കൂടെ രാത്രി? ഓടി വാടാ, പതിയോട് പേടിക്കണ്ട, റിക്വസ്റ്റിൽ 4 ഉള്ളൂ. ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല എന്റെ അമ്മോ. ചേട്ടാ പുട്ടുണ്ടോ? എടാ വാസു, റെഡിയായോ? ഇപ്പൊ റെഡിയാവും. പണ്ട് പൂട്ട് വാസു, ഇപ്പൊ പുട്ട് വാസു. മാനം മര്യാദക്കുള്ള ജോലിയായിരുന്നു മോഷണം, അത് കളഞ്ഞിട്ട് പുട്ട് കുത്തുന്നു. വാച പഠിക്കുന്ന പുട്ടെടുത്ത് കൊടുറാ. ഈ പുട്ടെന്ന് പറഞ്ഞാലേ ഷൂ എന്ന് പറഞ്ഞാവുന്ന സാധനമല്ല, ആവി കയറണം. ഈ പുട്ട് കണ്ടുപിടിച്ചവനെ തട്ടണം. കേട്ടില്ലേ? ഇപ്പൊ റെഡിയാക്കാന്ന്. ഏത് തുറക്കാത്ത പൂട്ടും ഈ പൂട്ട് വാസിന് മുമ്പിൽ തുറക്കുമായിരുന്നു. എടാ ഗണേശ, എന്താ ശാനെ? ഞാൻ ആലോചിക്കായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യം ആലോചിക്കണ്ട, ആ ദോശകാരി. അതല്ലടാ, നീ വൈകിട്ട് പറഞ്ഞില്ലേ? എന്ത് കാര്യം? എടാ, ആ സാധനത്തിനെ പൊക്കിക്കൊണ്ട് വരുന്ന കാര്യം. പൊക്കിക്കൊണ്ടുവരുന്നത്? ആ കിഡ്നാപ്പിംഗ്. ആ ഗ്രൈൻഡർ പൊക്കുന്നല്ലേ, അത് നമുക്ക് ആലോചിക്കാം. അതല്ലടാ, മനസ്സിലായ ആശാനെ, ആ സമ്മാനം കിട്ടിയ ഗ്രൈൻഡർ അല്ലേ, അത് നമുക്ക് രാത്രി ആലോചിക്കാം. ആശാൻ ഇപ്പൊ 2 ഡബിൾ ഓംലെറ്റ് എടുക്ക്. ഗ്രൈൻഡർ ഇപ്പൊ സമ്മാനം കിട്ടി. നീ അറിഞ്ഞില്ലടാ പുട്ടേ? ഗ്രൈൻഡർ സമ്മാനമായി കിട്ടിയോ? ഓ, രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും ബാക്കിയുള്ളവൻ അരി അരച്ച് 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 ഒഴിവുപോലാവണ്ടല്ലോ. നാളെ മുതൽ ഗ്രൈൻഡറിൽ അരച്ചാ പുട്ടുണ്ടാക്കാൻ പോകുന്നേ. അരച്ചിട്ട് പുട്ടുണ്ടാക്കി? അതേടാ, ഒരു അരപ്പുട്ട്. തൽക്കാലം നീ ഒരു കാലും കിട്ടാ പുട്ടെടുക്കടാ, പുട്ടെ. ദോശ, ഓംലെറ്റ്, മുട്ടയോടെ വെക്കടാ. ഒരു മുട്ടയ്ക്ക് എന്താ വിലയെന്നറിയോ? ദിവസം പ്രതി കച്ചവടം നഷ്ടമാ. ഇവന്റെ വയറാണെ വീർത്ത് വീർത്ത് വരും. കുട്ടിയോടുന്നവന് മുട്ട, ബാക്കിയുള്ളവനൊരു കാട മുട്ടയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. കരക്കടിഞ്ഞ തിമിംഗലം കിടക്കണ കിടപ്പ് കണ്ടാ? എടുത്തോണ്ട് വാടാ അണ്ണാ, പിടിയണ്ണ. അമ്മച്ചി കുട്ടിക്കല്ലേ കിടപ്പതൊക്കെ ബോധപ്പിക്കടാ. അടുത്ത് ആ മോൻ തന്നെ കറുപ്പിച്ച് അതെന്തിന്? കണ്ട ഒരു പാണ്ടി ലുക്ക് വേണോടാ. ഇതിപ്പോ എങ്ങനുണ്ട്? കൊള്ളാം, നല്ല ഗ്ലാമർ ആയിരിക്കും. പനിനീരാ അപ്പാവും അമ്മാവും അടിച്ച് ഫിറ്റാச்சு. எங்க இருந்து எப்போ என்னெல்லாம் கேட்டா என்ன சொல்லுவாரு? 6ஆம் முடி முருகன் கோவில் பக்கம் தாத்தா மக சுந்தரபாண்டி இல்லையா, அவன் வீட்டு கல்யாணம் அங்க இருந்து. அப்படியே சொல்லணும், புரிஞ்சதா? புரிஞ்சுது. ഒന്ന് വേഗാട്ടെ. എന്റെ അമ്മേ, മുടിഞ്ഞ ഭാരം അണ്ണാ. എന്റെ പൊന്നാശാനെ, ഒന്ന് കേറ്, മതി കുടിച്ചത്. ആ മതി, കേറ്, പിന്നെ തീർക്കാം. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാൽ വേഗം കേറണ്ട ആശാനെ. അമ്പട പുളുസ്.
എത്തി. ആരെങ്കിലും ഈ ലോഡൊന്നും എടുത്ത് തരുമോ? വേഗം വേഗം. പുറയിലൂടെ കയറാം, അല്ലെങ്കിൽ ശാന്തി അറിയും. അത് ശരിയാ. ബോധം വരെ 1-2 മണിക്കൂർ കഴിയും. അതിനൊക്കെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. പിന്നെ ശാന്തി ഒരു കാരണവശാലും ഒച്ച കേട്ട് പോരുത്. ഉച്ചേട്ടാ, ടിവിയുടെ സൗണ്ട് കൂട്ടി വെച്ചോടാ കൊരങ്ങ. എടാ നീർക്കോലി, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ നിന്റെ മുഖം മറച്ചു പിടിച്ചോളണം. അവരുണർന്ന അപ്പ ഞങ്ങളെ വിളിച്ചേക്കണം. ഇനി മുഖം മറച്ചേക്കാം. വേഷം മാറാം. ആകാശം മുട്ടുന്ന മതിൽക്കെട്ട്, ചുറ്റിനും തോക്കുമായിട്ട് പോലീസുകാര്, നല്ല ഒന്നാന്തര ഇരുമ്പഴി. ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു പെരിച്ചാഴിയെ പോലെ തുറന്നു ചാടി പോയവനെ എവിടെ ചെന്ന് പിടിക്കുമെന്നായി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ മുങ്ങിയാലങ്ങ് അന്റാർട്ടിക്കയിൽ ചെന്ന് പൊങ്ങുന്നവനായി ചന്ദ്രൻ. ഇനി അവനെ പിടിക്കണമെങ്കിൽ അലാവുദ്ദീനെ വിളിക്കേണ്ടി വരും. ഈ അലാവുദ്ദീൻ സാർ ഏത് സ്റ്റേഷനിലാ സാറേ? കോത്താഴത്ത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവിടെ ഈ അലാവുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഭൂതവാ. ഈ ഭൂതങ്ങളുടെ കയ്യിൽ മാത്രമേ 24 മണിക്കൂർ കൊണ്ട് മുങ്ങിയവരെ പൊക്കിക്കൊണ്ടുവരാനുള്ള വിദ്യയുള്ളൂ. എങ്കിൽ അന്വേഷണം അവരെ ഏൽപ്പിച്ചാ പോരെ സാറേ? എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇനിയെങ്കിലും ഇതുപോലെ തടിയും തണ്ടും മാത്രമല്ലാതെ ഒരിത്തിരി ബുദ്ധിയും കൂടെ ഉള്ളവരെ പോലീസിലെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിന് വകതിരിവ് കൊടുക്കണേ. ഇവിടെ വാ പൊളിച്ച് നിൽക്കാതെ ചന്ദ്രൻ എവിടെയുണ്ടെന്ന് പോയി നോക്ക് പോ. രാത്രി ആയതുകൊണ്ട് ചന്ദ്രനെ കണ്ടുപിടിക്കാൻ എളുപ്പമാ സാറേ. അതെങ്ങനെ? പുറത്തിറങ്ങി ആകാശത്തോട്ട് നോക്കിയാ മതി, ചന്ദ്രനെ കാണാം. ഊതിയതാണല്ലേ. താൻ ചന്ദ്രനെ തപ്പാൻ പോകണ്ട. തൽക്കാലം തല പോയി ഒരു ബോഡി റെയിൽവേ ട്രാക്കിൽ കിടപ്പുണ്ട്. അതിന് പോയി കാവൽ നിൽക്കി. സാർ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടോ? കൂട്ടിന് ആ കല്ലമ്പല ജാനകിയും കൂടെ വിളിച്ചു. താങ്ക് യു സാർ. ജാനകി എന്ന് കേട്ടപ്പോ ശവമാണെങ്കിലും കുഴപ്പമില്ലല്ലേ? ശവം പേരെ കത്തുമ്പോ തന്നെ പീടി കത്തിക്കണോടൂ. ചന്ദ്രനെ എവിടെ പോയി തപ്പും? ഞങ്ങളെന്നാ തപ്പിയേച്ച് വരാം. ഇനി ഒരു ജാനകിയെ തപ്പാനുള്ള പോക്കാണോ? ഞാൻ എവിടെയാ? ഗോഡ് മൈ ഗോഡ്, ഞാൻ എവിടെയാ? ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. വിളിച്ചു കൂവണ്ട, ഇവിടെ ആളുണ്ട്. നിങ്ങൾ ആരാ? ഞാനാണ് കിഡ്നാപ്പർ ചന്ദ്രൻ. എന്നെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടാ മതി. കില്ലിംഗ് ആൻഡ് കിഡ്നാപ്പിംഗ്, അതാണ് എന്റെ ജോലി. ചെറുക്ക, എനിക്ക് ആദ്യം കഴിക്കാൻ എന്തെങ്കിലും താ. വിശന്നിട്ട് വയ്യ. എന്നിട്ട് പിന്നെ വി ക്യാൻ ടോക്ക് അബൌട്ട് യുവർ ജോലി. വിശന്ന് എനിക്ക് ചെവിയും കേൾക്കില്ല, കണ്ണും കാണില്ല. ഭക്ഷണം തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് തിന്നു. ദോശയും ചമ്മന്തിയും മതിയോ? അത് ഏത് ചൈത്താന്റെ ശബ്ദം? ചെങ്കേരി ചെകുത്താൻ. തട്ട് ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് ഒരു കത്തി പോലും പിടിക്കാൻ ശക്തിയില്ലാത്തത്. അവന്റെ അടുത്ത് മുട്ടയും പാലും കഴിക്കാൻ ഞാൻ പറഞ്ഞതാ. അവൻ കഴിക്കാത്തോണ്ട് ഞാൻ കഴിച്ചു. തടിക്കാൻ നല്ലത് കപ്പയും പോത്തുമാ. എന്റെ തടി കണ്ടില്ലേ? ഊതരുത്, വെട്ടി നുറുക്കി കളഞ്ഞാൻ. ഓക്കേ ഓക്കേ, ഞാൻ പേടിച്ചു. ബട്ട് ഫസ്റ്റ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്. ഭക്ഷണം തരാൻ മനസ്സില്ലെങ്കിലോ? ഞാൻ ഇവിടെ കിടന്നത് വിളിച്ച് കൂവും. തള്ളേ, ശബ്ദം എടുത്തായി തലേനെടുത്ത് അണ്ണാക്ക് കുത്തിക്കേറ്റും. പിന്നെ ഒച്ചയും വിശപ്പൊന്നും പുറത്തു വരില്ല. അണ്ണാ, ഞാൻ മിണ്ടൂല. പക്ഷെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ഇത് ഒരു രോഗമാണോ? ഇഫ് മൈ സ്റ്റമക്ക് ഹാസ് നോ ഫുഡ്, എനിക്ക് പ്രാണാവും. ഉള്ളത് കൂടൂന്ന് പറ. ഈ ചെറുക്കനെ പറഞ്ഞയക്കും. അവനവിടെ നിൽക്കട്ടെ. കഴിക്കാൻ എന്താ വേണ്ടേ? 2 മിക്സഡ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ടിക്ക ഹാഫ്, പിന്നെ ഗ്രേവി ആയിട്ട് ചില്ലി ചിക്കൻ ആയിക്കോട്ടെ. ഒരല്പം മട്ടനും. ഇത്രയും മതിയോ? പോരാ പോരാ. ഒരു ബീഫ് റോസ്റ്റും 1/2 ലിറ്റർ 1 കോളയും. ലിറ്റർ മണ്ണെണ്ണേ. അത് തന്നെ. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുടിക്കണ്ടേ? എന്നിട്ട് തീപ്പട്ടി ഉറച്ച് വായിലോട്ടിട്ട് ഒറ്റക്കത്ത് ദഹിക്കണ്ടേ ഇത്? നീ പോടാ. അതെ, ഇതൊന്നും വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. എന്റെ പേഴ്സിൽ പണമില്ല, പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതെടുത്തോളാം. അത് പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാലേ ATM-ന് ഞങ്ങളുടെ ഫോട്ടോ മതി. ആ വേല മനസ്സിലിരിക്കട്ടെ. തൽക്കാലം 4 കുറ്റി പുട്ടും പഴവും തരാം. പുട്ടും ഓക്കെ, ബട്ട് ബീഫും കൂടി വേണം. പോയി എടുത്തോണ്ടാ.
അനിയ 4 കുട്ടിയാക്കണ്ട 5 എടുത്തു ബീഫിന്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതും അയ്യോ 8 വേണം. കൊണ്ടുവരാം ഡാ, ഒരു ചാക്ക് പിണ്ണാക്ക് കൊടുത്തോ. പിണ്ണാക്കൊണ്ടോ ഞാനും വരാം. അയ്യോ, എന്നെ മിസ്റ്റർ ചന്ദ്ര ഹായ് കിഡ്നാപ്പർ ചന്ദ്രൻ. യെസ് കിഡ്നാപ്പർ ചന്ദ്രൻ എന്തിനാ എന്നെ ഈ ചേനിട്ട് പൂട്ടിയത്? ഞങ്ങൾക്ക് കുറച്ച് പണം വേണം. എത്ര? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചോ? ഇല്ല, വിളിക്കും. പാവം എന്നെ കാണാതായാൽ worried ആവും. പ്ലീസ് ഇൻഫോം ഹിം. നിങ്ങൾ ചോദിക്കുന്ന പണം എല്ലാം അദ്ദേഹം തരും. തന്നില്ലെങ്കിൽ ദാറ്റ്സ് ഇംപോസിബിൾ. എന്നെ കൂടാതെ അദ്ദേഹത്തിന് ഹി കാൺട്ട് ലിവ് വിതൗട്ട് മീ. അപ്പൊ എത്ര ചോദിച്ചാലും തരും. സർവം. പ്ലീസ് എന്റെ ഫോൺ തരൂ. ഇപ്പൊ തന്നെ വിളിക്കാം. നിങ്ങൾ വിളിക്കണ്ട, ഞാൻ വിളിക്കാം. ഞങ്ങൾ ആവശ്യപ്പെട്ട തുക കിട്ടിയാൽ ഒരു പോറലും കൂടാതെ വീട്ടിലെത്തിക്കും. അല്ലെങ്കിൽ കൊത്തി നുറുക്കി പെട്ടിയിലാക്കി പാർസലും. ഇങ്ങോട്ട് കൊണ്ടോടാ. കുറ്റി 6 ഉണ്ട്. അതിനുള്ള കോപ്പ് വേറെ. കോപ്പ് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്റെ വക സ്പെഷ്യലാ. തൽക്കാലം ഒപ്പിക്കാം. പിന്നെ ഭക്ഷണം കഴിഞ്ഞ് എനിക്ക് കഴിക്കാനുള്ള ഗുളിക വേണം. ഷുഗർ ഹൈ ആകുമ്പോൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ബ്രീതിങ് പ്രോബ്ലം ഉണ്ട്. ആസ്മ BP ഇടയ്ക്ക് കൂടും. അതിനെ മറന്നു വേണം. എന്റെ പേഴ്സണൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. പ്ലീസ്. ഇത് വലിയ പുലിവാലായല്ലോ. എടാ, ഞാൻ മരുന്ന് വാങ്ങിട്ട് വരാം. ഇതൊന്ന് ഓടാൻ നോക്കിക്കോ. എനിക്ക് ഓടാൻ പറ്റില്ല. കുഞ്ഞായിരിക്കുമ്പോ ഓടിയത്. ബട്ട് ആഗ്രഹമുണ്ട്. തൽക്കാലം ആഗ്രഹം മനസ്സിൽ വെച്ചാൽ മതി. അതാരാ? അത് ഗണേശേട്ടന്റെ. അത് കിഡ്നാപ്പ് ചെയ്ത മറ്റൊരു പെൺകുട്ടി. കോടീശ്വരനായ ഗണേശന്റെ ഒരേ ഒരു പെങ്ങൾ. ചോദിച്ച പണം തരാഞ്ഞിട്ട് അവളുടെ 2 കാലും ഞാൻ വെട്ടി. അയ്യോ ദുഷ്ടന്മാരെ, നിങ്ങളുടെ ഭക്ഷണം എനിക്ക് വേണ്ട. ഒരു പെണ്ണിന്റെ കാല് വെട്ടിയായി വെട്ടിട്ടില്ല, പക്ഷെ വെട്ടേണ്ടി വരും. അയ്യോ വെട്ടരുത്. ആ കുട്ടിയുടെ പണം കൂടി എന്റെ ഹസ്ബൻഡ് തരും. ഒരു കുട്ടിയും വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാരും നന്നായിരിക്കണം. എന്ത് നല്ല മനസ്സാ. ഞാൻ ഹാഫ് ചിക്കനെ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു ഹാഫും കൂടെ വാങ്ങിക്കട്ടെ? ഫുൾ മേടിച്ച് ഹാഫ് ആ കുട്ടിക്ക് കൊടുക്കുക. പ്ലീസ് ചന്ദ്രൻ, ആ കുട്ടിയെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ നോക്കട്ടെ. കഴിക്ക്. ആ ഇപ്പൊ നന്നാ ചാപ്പിടலாம். ബാക്കിയുള്ളവനെ പട്ടിണി കിട്ടിട്ട് വെട്ടി വിഴുങ്ങിക്കോ. എടി, ഇത് ഞാനാ. പേടിച്ചു പോയി. ഇതെന്തു പോലാ? ഇത് ഒരു നാടകത്തിന്റെ റിഹേഴ്സലാ. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു. അത് നാടകത്തിൽ അഭിനയിക്കാൻ വന്നവരാ. എന്നിട്ട് എന്നെ കാണാൻ വന്നില്ലല്ലോ. അത് പിന്നെ ഈ അവസ്ഥയില് നിന്നെ കാണിക്കണ്ടെന്ന് കരുതിയാ. അതാ നല്ലത്. അത്യാവശ്യമായിട്ട് എനിക്ക് ടൗൺ വരെ ഒന്ന് പോണം. അവരൊരു ഭ്രാന്തിയായിട്ട് അഭിനയിക്കുന്നേ. ഒച്ചൊന്നും കേട്ട് നീ പേടിക്കണ്ട കേട്ടോ. ഇല്ല, ഉടനെ വരില്ലേ? ഉടനെ വരും. ആരുടെ നാടക? അത് ഈ ക്ലബ്ബുകാരുടെ. പിന്നെ അവര് നമുക്ക് ഈ റിഹേഴ്സലൊക്കെ വാടക തരും. പിന്നെ ഞാൻ ഇതിലൊരു വില്ലൻ വേഷം, കിഡ്നാപ്പർ. അത് വേണ്ടായിരുന്നു. നായകന്റെ വേഷം ചെയ്താ മതിയായിരുന്നു. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നോക്കട്ടെ. നീ മരുന്ന് കഴിച്ചോ? ഇല്ല. ഞാൻ ബാബുവിനെ ഇങ്ങോട്ട് വിടാം. ഒറ്റ കഷണം പോലും ബാക്കി വെച്ചിട്ടില്ല. ഇനി പാത്രം കൂടെ തന്നെ തീർക്കണ്ട. സംഗതി നല്ല ടേസ്റ്റാ. ഞങ്ങളുടെ ആശാൻ വെച്ച കറിക്കൊന്നും ഇന്നേ വരാരും കുറ്റം പറഞ്ഞിട്ടില്ല. ആശാൻ കുക്കിംഗ് ആണോ പണി? കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നവർ ഒരുപാട് പേരില്ലേ, അവർക്ക് തിന്നണ്ടേ? പക്ഷേ ഇതുപോലൊരെണ്ണം ആദ്യമായിട്ടായിരിക്കും. നമ്മുടെ ആശാന്റെ പണി ഇതോടെ തീർന്നു കിട്ടും. ഉറപ്പ്. എന്താ കഴിച്ചു കഴിഞ്ഞില്ലേ? ഇനി മിണ്ടാതെ കിടന്നോണം. എന്റെ മറന്ന് മരുന്നും കൊണ്ട് ചന്ദ്രനെ ഇപ്പൊ എങ്ങട് വരും. ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിന് ഒരു ചുണയില്ല. ബാലൻ കെ നായർ, ജോസ് പ്രകാശ്, KP ഉമ്മർ, ഇവരാണ് കിഡ്നാപ്പേഴ്സ്. അതെ, കാഴ്ചയിലല്ല പവർ, പ്രവർത്തിയില. അതെ, മരുന്ന് വരും വരെ മിണ്ടാതെ കിടന്നോണം. അപ്പൊ മരുന്ന് വന്നാലാ? എന്നാലും മിണ്ടാതെ കിടന്നോണം. അപ്പൊ മൊത്തത്തിൽ മിണ്ടാതെ കിടന്നോളാം. നോ സ്മോക്കിംഗ്. മിണ്ടരുത്. പിന്നെ തീറ്റ് കണ്ടോ?
പുറകെ ഇറ. ഇങ്ങോട്ട് വിടന്ന്. വിടന്ന്. എന്റെ അമ്മേ. ഓ ചന്ദ്രൻ തട്ടിക്കൊണ്ടുപോയതായി സ്ഥിരീകരിച്ചു. 10 കോടി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി ഭർത്താവ് അറിയിച്ചു. പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. ഈ വർഷത്തെ ഐഡിയൽ കപ്പിളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ദമ്പതികൾ. കോടീശ്വരന്മാരുടെ ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോയി വിലപേശുന്ന ഇയാൾ കൊടും കുറ്റവാളികളുടെ പട്ടികയിൽപ്പെട്ടയാളാണ്. കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവരിൽ 12 പേരെ പണം ലഭിച്ചതിന് ശേഷവും ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. മധുരയിൽ നിന്നും തെരുവ് ഗുണ്ടയായി വളർന്ന കിഡ്നാപ്പർ ചന്ദ്രന്റെ ജീവിതകഥ ചലച്ചിത്രമാക്കാൻ ഒരു സൂപ്പർ താരം ചന്ദ്രനിൽ നിന്നും ഈയിടെ കരാർ വാങ്ങിയിരുന്നു. ചന്ദ്രന്റെ ജയിൽ ചാട്ടവും തന്റെ സിനിമയും തമ്മിൽ ബന്ധമില്ലെന്ന് പ്രമുഖ താരം പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജയിൽ ചാട്ടത്തിന് ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇന്നു വൈകുന്നേരത്തോടെയാണ് വിവരം പുറം ലോകം അറിയുന്നത്. ചന്ദ്രന്റെ ജയിൽ ചാട്ടത്തെ ആസ്പദമാക്കിയുള്ള പ്രത്യേക ചർച്ച ഇന്ന് രാത്രി 10 മണിക്ക്. ഈ ചർച്ചയിൽ മുൻകാല തസ്കരന്മാർ പങ്കെടുക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. കിഡ്നാപ്പർ ചന്ദ്രനെ കുറിച്ച് വല്ല സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇത് പോലീസിന്റെ അനാസ്ഥയല്ലേ? എന്തുകൊണ്ടാണ് താങ്കൾ താമസിച്ചത്? കിഡ്നാപ്പർ ചന്ദ്രൻ എന്റെ പോക്കറ്റിനകത്തുണ്ട്. പിന്നെ അനാസ്ഥ അതെന്താണെന്ന് അറിയണമെങ്കിൽ നിന്റെ ആസ്ഥാനത്തിന് തന്നറിയൂടാ. പിന്നെ താമസിച്ചത് വരുന്ന വഴിക്ക് 2 കിലോ ഉണക്കമീൻ മേടിച്ച് നിന്റെ അമ്മായിയുടെ വീട്ടിൽ കൊടുക്കാനുണ്ടായിരുന്ന. ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞാൽ മതിയോടി. സാർ പറയൂ പ്ലീസ്. ഒന്നും പറഞ്ഞില്ല. എന്താ സാർ പറയൂ. എന്റെ പൊന്നനിയ, എന്റെ പൊന്നു പെങ്ങളെ, ഒന്നും പറയാറായിട്ടില്ല. കേസിന്റെ അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞെല്ലാം വിശദമായിട്ട് പറയാം. സാർ എങ്കിലും എന്തെങ്കിലും പ്ലീസ്. എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അതിന് പറ്റിയ സമയം ഇതല്ലോ. എന്തായാലും ഞാൻ നമ്പ്യാരോട് സംസാരിച്ചതിന് ശേഷം നമുക്കിത് സംസാരിക്കാം. അതുപോലെ ആ മിസ്റ്റർ നമ്പ്യാർ, ഒരു മിനിറ്റ്. നിക്ക് മിസ്റ്റർ നമ്പ്യാർ, എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ് എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? മിസ്റ്റർ നമ്പ്യാർ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പ്ലീസ് നിങ്ങളൊന്ന് പുറകോട്ട് മറന്ന് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. പ്ലീസ് വരാം. ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. വരാം. രാത്രി കൃത്യം, അല്ലെങ്കിൽ വേണ്ട പട്ടപ്പകലായിക്കോട്ടെ, വൈകിട്ട് 4 മണിക്ക് മണിയാറ്റൂർ റോഡിലെ ആലുങ്കൽ ബ്രിഡ്ജിന് മുകളിൽ പണവുമായി എത്തണം. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന പോലീസുകാർ കൂടെ വരണമെന്നില്ല. സാറന്മാരോടാ കേട്ട് കാണുമല്ലോ. പോലീസിന്റെ ഇടപെടൽ ഉണ്ടായാൽ കാര്യങ്ങൾ വഷളാവും. ഫോൺ കയ്യിലെടുക്കാൻ മറക്കരുത്. നമുക്ക് സംസാരിക്കണ്ടേ? പണവുമായി പാലത്തിന് മുകളിൽ എത്തുക. പണം ഞങ്ങളുടെ കയ്യിലെത്തിയാൽ ഭാര്യ നിങ്ങളുടെ മുമ്പിലെത്തും. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം, പോലീസ് അകമ്പടി വേണ്ട. താങ്ക് യു നമ്പ്യാർ. താങ്ക് യു ഓഫീസർ. താങ്ക് യു. എന്നെ മനസ്സിലായി കാണും. കംപ്ലീറ്റ് പ്ലാനിങ്ങും പൊളിഞ്ഞ്. കോടീശ്വരൻ അറസ്റ്റിൽ. ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി എന്നത് ഭർത്താവ് എഴുതിയ തിരക്കഥയാണെന്ന സൂചനയോടുകൂടി പോലീസ് സ്റ്റേഷനുകളിലും പത്രം ഓഫീസുകളിലും ലഭിച്ച കൊലപാതകത്തിന്റെ രഹസ്യ ഫോട്ടോയെ അടിസ്ഥാനപ്പെടുത്തി കോടീശ്വരനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരുന്നു. കോടീശ്വരന്റെ രഹസ്യ കാമുകി അനസൂയ എന്ന സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്തതായി സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട്. ഇതിനിടയിൽ നമ്പ്യാരുടെ വിവിധ വീടുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപയും ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി നമ്പ്യാർ വ്യക്തമാക്കി. താൻ നിരപരാധിയാണെന്നും കിഡ്നാപ്പർ ചന്ദ്രനാണ് ഇതിന് പിന്നിലെന്നും നമ്പ്യാർ ആവർത്തിച്ചു. കിഡ്നാപ്പർ ചന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള പങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നുണ്ട്. കിഡ്നാപ്പർ ചന്ദ്രനെ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തിയത് നമ്പ്യാരാണെന്ന് ചില സൂചനകൾ ലഭിച്ചതായി ഞങ്ങളുടെ കണ്ണൂർ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ശരത്, എന്താണ് പുതിയ സംഭവവികാസങ്ങൾ? നീലിമ, ചന്ദ്രന്റെ രക്ഷപ്പെടലിന് മുമ്പ് ശ്രീ നമ്പ്യാരെ ജയിൽ പരിസരത്ത് വെച്ച് ചായയും പരിപ്പൊടിയും കഴിക്കുന്ന കണ്ടതായി ചില നാട്ടുകാർ സൂചിപ്പിക്കുന്നു. ഭാര്യയെ കൊലപ്പെടുത്താനാണ് ജയിലിൽ നിന്ന് ചന്ദ്രന് രക്ഷപ്പെടാൻ നമ്പ്യാർ സഹായിച്ചതെന്നും, എന്നാൽ നമ്പ്യാരെ ഡബിൾ ക്രോസ് ചെയ്ത് കോടിക്കണക്കിന് രൂപ കിഡ്നാപ്പർ ചന്ദ്രൻ തട്ടിയെടുത്തതായും വിശ്വസിക്കുന്നവരുണ്ട്. നമ്പ്യാരുടെ ഭാര്യയെ തട്ടിയെടുത്ത് താക്കോലുകൾ കൈവശപ്പെടുത്തിയാണ് മോഷണം നടത്തിയെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ഇപ്പൊ പുറത്തിറങ്ങിയ ഫോട്ടോ അത് ചന്ദ്രൻ എടുത്താണെന്നും വാദമുഖങ്ങളുണ്ട്. ആദ്യം മൃതപ്രായമാക്കിയ ശേഷം നമ്പ്യാർ കൊന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ഇന്ന് 8 മണിക്ക് ഈ വിഷയം സംബന്ധിച്ച് മീഡിയ വിഷനിൽ വോട്ട് ആൻഡ് ടോക്ക്. നമ്പ്യാർ കൊലപാതകയോ തട്ടിക്കൊണ്ടുപോകൽ നാടകമോ കിഡ്നാപ്പർ ചന്ദ്രനാണോ ഇതിനു പിന്നിൽ? ചർച്ചയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഉത്തരം എ എങ്കിൽ SMS VT സ്പേസ് A, B എങ്കിൽ VT സ്പേസ് B, C എങ്കിൽ VT സ്പേസ് C എന്ന് 5556 SMS ചെയ്യുക.
ചർച്ചയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കൂടാതെ മുൻ പോലീസ് ഉദ്യോഗസ്ഥരും പ്രഗത്ഭ നിയമവിദഗ്ധരും പങ്കെടുക്കുന്നു. ഷക്കീലേ അപ്പൊ 2 കോടി കൊടുത്തിട്ടില്ല? ഇല്ല, അത് ഞാൻ ഒരു കളി കളിച്ചതാണ്. ഇപ്പോ 2 കോടിയും ചന്ദ്രൻ കൊണ്ടുപോയി. പെരുന്നുണനായ നിങ്ങളുടെ വാക്ക് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണോ സാറേ? അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നത് സത്യമാണ്. ബട്ട് മദർ പ്രോമിസ്, ഞാൻ അവളെ കൊന്നിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട്. സാർ, അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ വന്നിട്ടുണ്ട്. ബെയിൽ കിട്ടി സാർ. ഓ, താങ്ക് യു. ബെയിൽ കിട്ടി. ഒരുപാട് സന്തോഷിക്കല്ലേ. താൻ എന്നെ കൊറേ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളതാ. ജാമ്യം കിട്ടിയെന്ന് കരുതി രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഭാര്യ ജീവനോടെ പൊങ്ങിയില്ലെങ്കിൽ കിഡ്നാപ്പർ ചന്ദ്രൻ കിടന്ന അതേ ജയിലിൽ താനും കിടക്കേണ്ടി വരും. പൊയ്ക്കോ. സാർ, എന്റെ ഡ്രസ്. എന്തിനാ ഡ്രസ്? കുറച്ച് കഴിഞ്ഞത് ശീലമാക്കാനുള്ളതല്ലേ. ഇത് മതി. സ്റ്റേഷനിൽ നിന്ന് ഫയൽ മോഷണം. അത് വെറുതെ ആയിപ്പോയി. ഏറ്റില്ല. ഹലോ, യെസ്, ചന്ദ്രൻ ഹിയർ. എടാ മോനെ, ഒരേ സമയത്ത് 2 ചന്ദ്രന്മാരുടെ ആവശ്യമില്ല. ഒരൊറ്റ ചന്ദ്രൻ മതി. നിങ്ങളാരാ? യഥാർത്ഥ കിഡ്നാപ്പർ ചന്ദ്രൻ. ഇപ്പോ നമ്പ്യാർ എന്റെ കസ്റ്റഡിയിലാ. അയാളെ ജീവനോടെ കിട്ടണമെങ്കിൽ അയാളിൽ നിന്ന് നീയും അയാളുടെ ഭാര്യയും തട്ടിയെടുത്തതെല്ലാം എനിക്ക് കിട്ടണം. നീ ആരാണെന്നും എവിടെയാന്നൊക്കെ എനിക്കറിയാടോ. കളി മോനെ. ചന്ദ്രനോട് വേണ്ട, ഞാൻ വീണ്ടും വിളിക്കും. എന്തു പറ്റി? ആശാനെ, കടുവയെ കിടുവ പിടിച്ചു.